നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. PSG 4-5 ഗോളുകൾ അടിക്കാമായിരുന്നു, 2 ഗോളുകളിൽ ഒതുങ്ങി എന്നതിന് ലിവർപൂൾ ആരാധകർ ആശ്വസിച്ചോ? കാരണം അമ്മാതിരി കളിയാണ് PSG കളിച്ചത്. മറുഭാഗത്ത് ലിവർപൂളിൻ്റെ കളിയും അജാതി കളിയായിരുന്നു. ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ലിവർപൂളിന് ഉതിർക്കാൻ പറ്റിയിട്ടില്ല. UCL ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിൽ പാഗ്ഡസ് പ്രിൻസസിലിട്ട് 2-0 PSG ലിവർപൂളിനെ തോൽപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ലിവർപൂൾ കടന്നു പോകുന്നത്. പ്രീമിയർ ലീഗിൽ 5-ാം സ്ഥാനത്ത്, EFL കപ്പിൻ്റെ 4th റൗണ്ടിൽ നോക്ക്ഡ് ഔട്ടായി, FA കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നോക്ക്ഡ് ഔട്ടായി, UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിൽ ഇതാ 2-0 പൊട്ടിയിരിക്കുന്നു. ഇനി 2-ാം പാദം ആൻഫീൽഡിൽ ഇതൊക്കെ മാറ്റിമറിച്ച് തിരികെ വരുമോ അത് കണ്ടറിയണം. ഏതായാലും മിന്നും ഫോമിൽ നിൽക്കുന്ന PSG അത് ഒട്ടും എളുപ്പമല്ല. ഏത് സ്റ്റേഡിയത്തിൽ പോയി കളിച്ചാലും എന്ന കാര്യം മനസ്സിലാക്കുക. സൂപ്പർ താരങ്ങളാണ് PSG വേണ്ടി ഗോളടിച്ച്. ഡിസേർഡുവും കിച്ച കാരസ്കേലിയുമാണ് ഗോളുകൾ നേടിയത്. മിന്നും പ്രകടനമാണ് കിച്ച കാരസ്കേലിയൊക്കെ നടത്തിയത്. അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡിസേർഡു, കിച്ച കാരസ്കേലിയ, ഒസ്മാൻ ഡംബലെ എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരന്നു. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാൻ നെവസും വിറ്റീജയും വാറൻസെ റെമറിയും ഉണ്ടായിരുന്നു. കിടിലൻ പ്രകടനം അവർ നടത്തുകയും ചെയ്തു. മറുഭാഗത്ത് എക്യുറ്റിക്കയെ മുന്നിൽ നിർത്തി ഫ്ലോറിയൻ വേർട്സ്, സബോസ്ലായ്, ഫ്രിംപോങ് എന്നിവരൊക്കെ മുന്നേറ്റത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് ആർനെ സ്ലോട്ട് തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. പക്ഷേ കളിയിൽ വ്യക്തമായ ആധിപത്യം PSG അതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്നറിയില്ല. അമ്മാതിരി ഡൊമിനൻസാണ് അവർ കാണിച്ചത്. അതിൻ്റെ ഫലമായിട്ട് 11ാമത്തെ മിനിറ്റിൽ തന്നെ ഡിസൈഡുവിലൂടെ അവർ ലീഡെടുക്കുകയും ചെയ്തു. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായൊരു ഗോളിന് മുന്നിലായിരുന്നു. ഒന്നിലധികം ഗോളുകൾ വീഴാത്തത് ലിവർപൂളിൻ്റെ ഭാഗ്യമെന്നേ പറയാനുള്ളൂ. 2ാം പകുതിയിൽ 66ാമത്തെ മിനിറ്റിൽ കിച്ച കാരസ്കേലിയയുടെ ഗോൾ കൂടി വന്നപ്പോൾ 2-0 എന്ന രൂപത്തിലേക്ക് മാറി. 2ാം പകുതിയിലും കഥക്ക് മാറ്റമൊന്നുമില്ല. നല്ല രൂപത്തിൽ ആധിപത്യം പുലർത്തിയ PSG എന്തേ 4-5 ഗോളുകളിലേക്ക് പോകാതിരുന്നു എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.